കുട്ടിയുടെ അച്ഛൻ പറഞ്ഞൊരു കാര്യം, ഈ ഹിജാബ് ധരിച്ചു വരുന്ന കുട്ടി ഭയമുണ്ടാക്കുന്നു എന്ന രീതിയിലൊരു പ്രസ്താവന ഉത്തരവാദിത്തപ്പെട്ട ആരോ ഒരാളിൽ നിന്ന് വന്നു എന്നാണ്. അതൊരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഈ കുട്ടിയോടും കുട്ടിയുടെ രക്ഷിതാവിനോടും ഈ പൊതുസമൂഹത്തോടും അവർ മാപ്പും പറയണം. കാരണം അങ്ങനെ ഏതെങ്കിലും ബുദ്ധിമുട്ടും ഭയവും നിങ്ങൾക്കുണ്ടാവുന്നെങ്കിൽ ആ ഭയം അത്ര ലളിതമല്ല, ആ ഭയം അത്ര നിഷ്കളങ്കവുമല്ല എന്നുള്ളതാണ്. അത് അപരവിദ്വേഷത്തിൽ നിന്നുണ്ടാവുന്ന ഒരു ഭയമാണ്. ആ അപരവിദ്വേഷം ചില ചിഹ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയപ്പാടുണ്ടാവുന്നത്, ചില പേരുകൾ കേൾക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടാവുന്നത്, ചില പേരുകളും ചില മേൽവിലാസവും കേൾക്കുമ്പോൾ നമുക്ക് ഇൻസെക്യൂരിറ്റിയും അരക്ഷിതത്വവും ഉണ്ടാവുന്നത്, അതൊക്കെ നമ്മൾ കാണുന്നു. അത് ഒരു പേരിൻ്റെ പേരിൽ ഒരു നടൻ ഒരു എയർപോർട്ടിൽ വെച്ച് പരിശോധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു പേരിൻ്റെ പേരിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും സിലബസിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്ത സാഹചര്യം ഉണ്ടാകുന്നു. മറ്റൊരു പേരിൽ കാമുകൻ നിൽക്കുന്നത് കൊണ്ട് ലവ് ജിഹാദ് എന്ന് വിമർശനം നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വേഷത്തിൻ്റെ പേരിൽ കാണ്ടമാലിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു. റൈപ്പൂരിൽ കന്യാസ്ത്രീകളെ തടഞ്ഞു വയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു കുരിശ് കണ്ടുകൊണ്ട് വാഹനം തടഞ്ഞ് ഒറീസയിൽ ജീവനോടെ ചുട്ടരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതെല്ലാം ചിഹ്നങ്ങളുടെ പേരിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വംശീയ കൊലപാതകങ്ങളാണ്. അതുകൊണ്ട് ടീച്ചറോട് പറയാനുള്ളത്, ശിരോവസ്ത്രം ഇട്ടുകൊണ്ട് ശിരോവസ്ത്രം ധരിക്കാനുള്ള ഒരു അവകാശത്തെ, കുട്ടിയുടെ അവകാശത്തെ നമ്മൾ ഹനിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറയുന്നത് വൈകാരികമായ സാംസ്കാരികമായ തലത്തിലാണ്, നിയമപരമായി ഇപ്പോഴും കോടതി വിധിയാണ് നിൽക്കുന്നതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അതിനും മേൽക്ക് നമ്മുടെ രാഷ്ട്രീയ ബോധ്യം വളരണം. ഇന്ന് മിനിസ്റ്റർ കാണിച്ചത്, ആ കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാണിച്ച ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ചേർത്തുപിടിക്കലിൻ്റെ, കരുതലിൻ്റെ രാഷ്ട്രീയമാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നം ശിരോവസ്ത്രമല്ല, പകരം ആ വസ്ത്രം ഏത് ശിരസിലിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രശ്നമായി തീരുന്നത്. ഇട്ടിരിക്കുന്നത് ടീച്ചറാകുമ്പോൾ, അധികാരമുള്ളവരാകുമ്പോൾ അതിന് ന്യായീകരണം ഉണ്ടാവുകയും, ഇട്ടിരിക്കുന്നത് ഒരു കുട്ടിയോ മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടവരോ ആകുമ്പോൾ അത് നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നത് ആ വസ്ത്രം ധരിക്കുന്ന ശിരസിലുള്ള വ്യത്യാസമാണ്. ശിരസിനേക്കാൾ വലിയ ഒരു ഹൃദയം നമുക്കുണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.